കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് വളരെ വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കാലാവസ്ഥയും നല്ല ചൂടായിരിക്കുന്നു. അതിനിടയിലാണ് ഞാൻ 4 ജില്ലകളിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫീൽ അറിയാനായി ഒരു യാത്ര നടത്തി. ആ യാത്ര പ്രധാനമായും എറണാകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകളായിരുന്നു ഞാൻ ആദ്യം തിരഞ്ഞെടുത്തത്. അതിൽ പല ജില്ലകളിൽ പല അനുഭവങ്ങളാണ് ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടും വാശിയും മനസ്സിലാവുന്ന യാത്രകളായിരുന്നു. അതിൽ ഞാൻ ആദ്യം പോയ 2 മണ്ഡലങ്ങൾ അങ്കമാലിയും അതുപോലെ തന്നെ ആലുവയുമായിരുന്നു. അങ്കമാലി റോജി എം ജോൺ NSUവിൻ്റെ പ്രസിഡൻ്റായി വന്ന് പിന്നീട് അവിടെ 4 തവണയായിട്ട് 3 ഹാട്രിക്ക് തയ്ച്ച് 4ാം തവണ ഇലക്ഷനെ നേരിടുന്ന റോജി എം ജോൺ അങ്കമാലിയിലെ ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞു. എതിരാളികളുണ്ട്. സാജു പോൾ പെരുമ്പാവൂരിൽ നിന്ന് വന്ന് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്കമാലി പൊതുവെ പലതരത്തിൽ പല മുന്നണികളെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് അങ്കമാലി. AP കുര്യൻ എന്ന CPMൻ്റെ പ്രമുഖനായ നേതാവ് AP കുര്യൻ 2-3 തവണയിലേറെ അവിടെ ജയിച്ച സ്ഥലമാണ് അങ്കമാലി. പക്ഷെ അതുപോലെ തന്നെ കോൺഗ്രസും UDFും ജയിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും ഒടുവിൽ 3 തവണയായിട്ട് അത് ഹാട്രിക് വിജയം നേടിയ റോജി എം ജോണിൻ്റെ കയ്യിലാണ്. ഒരുപക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത് ഈ അങ്കമാലിയിൽ ആണ്. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസ്റ്ററുകളും അതുപോലെ തന്നെ വലിയ ഫ്ലെക്സും കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും കൂടുതൽ ഫ്ലെക്സുകൾ കണ്ട സ്ഥലമാണ് അങ്കമാലി. ഒരുപക്ഷെ UDFിൻ്റെ ഫ്ലെക്സുകൾ കുറവാണ്, പോസ്റ്ററുകൾ പിന്നെയും ധാരാളം കണ്ടിരുന്നു. അങ്കമാലി പോലെ തന്നെയുള്ള തൊട്ടടുത്ത് കിടക്കുന്ന ആലുവ ഇതുപോലെ തന്നെ UDF LDFും മാറി മാറി ജയിച്ച മണ്ഡലങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒരു 4 തവണയായിട്ട് അവിടെ അൻവർ സാദത്താണ് MLA ആയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ രഥത്തിൽ യാത്ര ചെയ്തു. ഉൾവഴികളിലൂടെയുള്ള ആൾക്കാർക്ക് കൈവീശി കൊടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് പല മണ്ഡലങ്ങളിലും കണ്ടത്. പലയിടത്തും ചെറിയ ചെറിയ യോഗങ്ങൾ. അതിൽ ഈ അൻവർ സാദത്തിൻ്റെ അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ എതിരാളിയുടെ ഇതിലും പോയിരുന്നു. അൻവർ സാദത്ത് MLA എന്ന നിലയിൽ അധികം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനി അബ്ദുൾ സമദ് സമദാനിയായിരുന്നു. അബ്ദുൾ സമദ് സമദാനി നേരത്തെ ഇച്ചിരിയൊക്കെ തുറന്നടിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് പ്രത്യേകിച്ച് SDPI പോലുള്ള വിവാദം ഈ ഇലക്ഷനിൽ UDF ആണ് ഒരു അജണ്ട നിശ്ചയിക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ കൊണ്ടുവന്നത്. അത് BJP CPM ആയി ഡീലുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് SDPI ആയിട്ട് ഡീലുണ്ടെന്ന് പറഞ്ഞ് ആ സമയത്താണ് പോയത്. പക്ഷേ അദ്ദേഹം ഒരു വലിയ കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ അതെങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ തയ്യാറായില്ല. സംസ്ഥാന നേതൃത്വം ഇത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തരത്തിൽ പിൻവാങ്ങുകയായിരുന്നു. കാരണം ഒരു വലിയ കോൺട്രവേഴ്സ്യൽ ഒരു ഇതിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുപോലെ തോന്നി. അതുപോലെ ഞാൻ പോയ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ CPMൻ്റെ പ്രമുഖ നേതാവും മന്ത്രിയുമായിട്ടുള്ള വ്യവസായ മന്ത്രിയുമായിട്ടുള്ള P രാജീവാണ് മത്സരിക്കുന്നത്. രാജീവിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തു. ഒപ്പം അദ്ദേഹത്തിൻ്റെ രഥത്തിൽ കയറി യാത്ര ചെയ്തു. വലിയ ആവേശകരമായ സ്വീകരണം രാജീവിന് ലഭിക്കുന്നതായിട്ടാണ് കണ്ടത്. എതിരാളി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് അബ്ദുൾ ഗഫൂർ. പക്ഷെ പ്രചരണത്തിൽ എല്ലായിടത്തും CPM ഒരു പടി. ഇപ്പോൾ ആലുവയിലും അതുപോലെ അങ്കമാലിയിലും ഒരു പക്ഷേ UDFിനാണ് പ്രചരണത്തിൽ ഒരു മുൻകൈയെങ്കിൽ ഇവിടെ കളമശ്ശേരിയിൽ CPMൻ്റെ ഒരു പ്രചരണത്തിനാണ് വലിയ മുൻതൂക്കം കണ്ടത്. അതിൽ വളരെ സവിശേഷമായിട്ട് തോന്നിയൊരു കാര്യം അതൊരു പുതിയ ഒരു പ്രചരണ രീതിയായിട്ട് തോന്നി. ഇതിൽ പങ്കെടുക്കാൻ വരുന്നവരൊക്കെ എന്തെങ്കിലും ഫലവർഗ്ഗങ്ങൾ കയ്യിൽ കൊണ്ടുവരുന്നു. അവർ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച ഒന്നില്ലെങ്കിൽ മത്തങ്ങ അല്ലെങ്കിൽ കുമ്പളങ്ങ, ഒരു കുല പഴം അല്ലെങ്കിൽ പടവലങ്ങ, അങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ കൊണ്ടുവന്ന് അത് സ്ഥാനാർത്ഥിക്ക് സമ്മാനമായി നൽകുന്നത് കണ്ടു. പലരും പഴുത്ത പഴക്കൊല കിട്ടിയാൽ അതെല്ലാവർക്കും ഉരിഞ്ഞു കൊടുക്കുന്നു. ഒരു തരം ക്രിയേറ്റിംഗ് എ ബോണ്ട്, അതൊരു പുതിയ പ്രചരണ രീതിയായിട്ട് ഞാൻ യാത്രക്കിടയിൽ ശ്രദ്ധിച്ചതാണ്. അത് നല്ലൊരു അനുഭവമായിട്ട് തന്നെ തോന്നി. അതുപോലെ തന്നെ എറണാകുളത്തിൽ
TJ വിനോദും അപ്പുറത്തെ എതിർ സ്ഥാനാർത്ഥിയൊക്കെയുള്ള മണ്ഡലങ്ങൾ, ഉമാ തോമസും അഡ്വക്കേറ്റ് പുഷ്പദാസും ഒക്കെയുള്ള മണ്ഡലങ്ങളിലൊക്കെ പോയപ്പോൾ ഏതാണ്ട് പ്രചരണ രീതിയുടെയൊക്കെ ഇത് സ്ഥാനാർത്ഥിയുടെ പര്യടനം കടന്നു പോകുന്നതൊക്കെ ഒരേ രീതിയിലാണ്. ജനങ്ങളെ ഇത് അഭിസംബോധന ചെയ്തും ഓരോ സ്ഥലത്ത് നിന്ന് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് അത് മുൻകൂർ ഒരു വാഹനം പോകുന്നു, ആ രീതിയിൽ ഉള്ള പ്രചരണം എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരുപോലെയാണ് കണ്ടത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ പോയപ്പോൾ എനിക്കൊരു വ്യക്തിപരമായിട്ട് 3 സ്ഥാനാർത്ഥികളും ഞാൻ അറിയുന്നവരാണ്. അതിൽ അവിടുത്തെ പ്രധാന സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇപ്പോഴത്തെ MLA യും മന്ത്രിയുമായ ബിന്ദു ടീച്ചർ, ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ പഠിക്കുന്ന കാലത്ത് സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് ബിന്ദു പഠിച്ചിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി ജയിച്ചവരാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ കാലം മുതലേ അറിയാം. ബിന്ദു ടീച്ചറുടെ അച്ഛൻ രാധാകൃഷ്ണൻ മാഷ് നാഷണൽ സ്കൂളിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. ബിന്ദു ടീച്ചറെ ഞാൻ അത്ഭുതപ്പെട്ടത് അവർ മന്ത്രിയായ ശേഷം തൻ്റെ കലാകാരി എന്ന നിലയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഒന്നും ആദ്യം പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി വരെ 5 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കഥകളിയിൽ സമ്മാന ജേതാവാണ്, 1ാം സ്ഥാനക്കാരിയാണ് ബിന്ദു ടീച്ചർ. വലിയൊരു ഫയർ ബ്രാൻഡ് ആയിരുന്നു. പിന്നീട് അവർ കുറച്ച് ഇരുത്തം വന്ന നേതാവായിട്ട് വളർന്നു, മേയറായിരുന്നു. പിന്നെ വിജയരാഘവൻ എന്ന CPM-ൻ്റെ ഉന്നത നേതാവിനെ, അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു, വിജയരാഘവനെ വിവാഹം കഴിച്ചു, പാർട്ടിയുമായിട്ട് വലിയ ബന്ധപ്പെട്ടു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MLA ആയി, ഫസ്റ്റ് ഇതിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി. അപ്പോൾ ഒരു ഭാഗത്ത് ടീച്ചറുടെ വീട്ടിൽ ഞാൻ നേരത്തെ മാഷിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ടീച്ചർ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ, അതുകൊണ്ട് കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വീട്. അവിടെ വീട്ടിൽ പോയി ഒരുപക്ഷെ ആ വീട് ഒരുപാട് ഗൃഹാതുര സ്മരണകൾ ഉറങ്ങുന്നൊരു വീടാണ്. അവിടുന്ന് ടീച്ചറുടെ കൂടെ യാത്ര ചെയ്തു, അവരുടെ എന്താ പറയുക പര്യടന രഥത്തിൽ കയറി സംസാരിച്ചു. ഒരുപക്ഷെ ടീച്ചർക്ക് അവിടെയുള്ള ഒരു ഇരിഞ്ഞാലക്കുടയിൽ ഉള്ള ഒരു ബന്ധങ്ങൾ അവിടെ പഠിച്ചു. അതുപോലെ തന്നെ കഥകളി, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് കഥകളി അവതരിപ്പിക്കുന്നു. വിദ്യാർത്ഥി കാലഘട്ടത്തിലും പിന്നീട് കേരളവർമ്മ കോളേജിൽ അധ്യാപികയായിരുന്നു. അവരോട് ഏറ്റുമുട്ടുന്നത് 3 തവണ ടീച്ചർക്ക് മുമ്പ് അവിടെ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനുമായിട്ടാണ്. ഉണ്ണിയാടൻ കേരള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അപ്പോൾ ഉണ്ണിയാടൻ അവിടെ യഥാർത്ഥത്തിൽ അതൊരു ഇരിഞ്ഞാലക്കുട ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു. ഒരു തവണ മാത്രമാണ് ഇതിനു മുമ്പ് ഈ ഉണ്ണിയാടൻ വരുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ സിദ്ധാർത്ഥൻ കാട്ടിങ്ങൽ, അതും കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിൻ്റെ അടുപ്പത്തോടു കൂടിയാണ് ജയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ കയറി ജയിക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. വൈക്കത്തുനിന്ന് പോയി അവിടെ ഇത് 460 വോട്ടിനാണ് അദ്ദേഹം ആദ്യം ജയിച്ചത്. പിന്നീട് വലിയ ഭൂരിപക്ഷം ഉണ്ടായി, 3 തവണ MLA ആയി. അതിനുശേഷം 2 തവണ തോറ്റു. അപ്പോൾ ആദ്യം പ്രൊഫസർ അരുണുമായിട്ടും രണ്ടാമത് ബിന്ദു ടീച്ചറുമായിട്ടാണ് തോറ്റത്. അപ്പോൾ ഇത്തവണ പക്ഷേ മത്സരം വളരെ കടുത്തതാണ്, ആരും ജയിക്കാവുന്ന അവസ്ഥയാണ്. ബിന്ദു ടീച്ചറുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ 30,000 വോട്ട് BJPക്ക് വേണ്ടി പിടിച്ച സന്തോഷ് ചെറാക്കുളമാണ് അവിടെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി. സന്തോഷ് എൻ്റെ ക്ലാസ്മേറ്റായിരുന്ന പ്രവീൺ കുമാറിൻ്റെ സഹോദരനാണ്. അപ്പോൾ അവിടെ ഒരു മത്സരം ഇരിഞ്ഞാലക്കുടയിൽ ശക്തമായിട്ട് നടക്കുന്നത് കണ്ടു. ഞാൻ എല്ലാ മണ്ഡലങ്ങളും എടുത്ത് പറയുന്നില്ല. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ പോയപ്പോൾ എനിക്ക് തോന്നിയ ഒരു പൊതുവികാരം അതുപോലെ ചാലക്കുടി കുറച്ചും കൂടി ഒരു UDF അനുകൂല മണ്ഡലമായിട്ട് അറിയപ്പെടുന്നതാണ്. അതിനു മുമ്പ് പക്ഷേ അവിടുത്തെ ജയിച്ചത് ഇടതുപക്ഷക്കാരനാണ്, 3 തവണ ജയിച്ചത്, MLA ദേവസീനോ. പക്ഷേ ചാലക്കുടി മാറ്റി നിർത്തിയാൽ, ഇരിഞ്ഞാലക്കുടിയൊക്കെ മാറ്റി നിർത്തിയാൽ വലിയൊരു പോരാട്ടത്തിൻ്റെ വേദി കണ്ടത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് മാള നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളെടുത്താണ് അവിടെ കൊടുങ്ങല്ലൂർ മണ്ഡലം ഉണ്ടായത്. പക്ഷേ നേരത്തെ മാളയിൽ 35 വർഷത്തോളം കെ കരുണാകരൻ ജയിച്ച മണ്ഡലമാണത്. അവിടെ കെ കരുണാകരൻ മാറിയപ്പോഴാണ് ആദ്യമായിട്ട് VK രാജൻ ഉപതെരഞ്ഞെടുപ്പിൽ മെഴ്സി രവിയെ, വയലാർ രവിയുടെ ഭാര്യയെ തോൽപ്പിച്ച് അവിടെ മാളയിൽ കൊടി നാട്ടിയത്. അതിനുശേഷം TU രാധാകൃഷ്ണൻ, കരുണാകരൻ്റെ ശിഷ്യനായിരുന്നു, കോൺഗ്രസ് നേതാവായിട്ടുള്ള TU രാധാകൃഷ്ണൻ അവിടെ മത്സരിച്ച് ജയിച്ചു. അതിന് മുമ്പ് 200 വോട്ടിന് രാധാകൃഷ്ണൻ തോറ്റ ഇതുണ്ട്. US ശശി എന്ന ആളായിരുന്ന MLA CPIയുടെ. അപ്പോൾ 2 തവണ CPI കരുണാകരന് ശേഷം മാളയിൽ വരികയും പിന്നെ TU രാധാകൃഷ്ണൻ
ജയിക്കുകയും ചെയ്തു. പിന്നീട് ഈ മണ്ഡലം കൊടുങ്ങല്ലൂർ ചേർത്ത്, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. അതുകൂടി ചേർത്തോടുകൂടി ഒരു തവണ TN പ്രതാപൻ, ഇപ്പോൾ മണലൂർ മത്സരിക്കുന്ന പ്രതാപൻ ജയിച്ചു. പക്ഷേ പിന്നീട് 2 തവണയായിട്ട് അവിടെ നിന്ന് മന്ത്രിയായിരുന്ന VK രാജൻ ഒരു തവണ മാളയിൽ, കൂടുതലും കൊടുങ്ങല്ലൂരാണ് ജയിച്ചുകൊണ്ടിരുന്നത്, മാളയിൽ നിന്ന് MLA ആയാണ് മന്ത്രിയായത്, കൃഷിമന്ത്രി. അദ്ദേഹം മന്ത്രിയായിരിക്കെ മരണമടഞ്ഞപ്പോൾ ആണ് അവിടെ പിന്നീട് TU രാധാകൃഷ്ണനൊക്കെ കയറി വന്നത്. ഇപ്പോൾ VK രാജൻ്റെ മകൻ VR സുനിൽകുമാറാണ് 2 തവണയായിട്ട് അവിടെ MLA ആയിരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് കുമാറാണ്. ജനീഷിൻ്റെയും ഞാൻ പര്യടനത്തിൽ പങ്കെടുത്തിരുന്നു, രഥത്തിൽ യാത്ര ചെയ്തു, ആശുപത്രിയിലൊക്കെ വെച്ച് കണ്ട് സംസാരിച്ചു. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. അമ്മ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടുത്താണ് മകനെ പഠിച്ച് നടത്തിയത്. അത്ര മിടുക്കനായതുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കയറി ഒടുവിലിതാ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായത്. ഒരുപക്ഷെ ജനീഷ് കുമാർ വന്നതോടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്ന സുനിൽകുമാറിന് വലിയ ഭീഷണിയായിട്ടുണ്ട്. അവിടെ ആര് ജയിച്ചാലും അത്ഭുതമില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ പക്ഷേ തൃശ്ശൂർ ജില്ല മൊത്തത്തിലെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ചാലക്കുടി മാത്രമാണ് UDF കോൺഗ്രസ് ജയിച്ചത്. ബാക്കി 13 മണ്ഡലങ്ങളിലും ജയിച്ചത് LDF ആണ്. പക്ഷെ ഇത്തവണ മാറ്റം ഉണ്ടാവും. 4-5 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നാണ് സർവേ പറയുന്നത്. എന്നാലും മുൻതൂക്കം തൃശ്ശൂർ ജില്ലയിൽ LDFനായിരിക്കാനാണ് സാധ്യത. പക്ഷെ എറണാകുളത്ത് വന്നപ്പോൾ ചിത്രം വേറെയാണ്. എറണാകുളത്ത് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം 9 സീറ്റുകൾ നേടിയത് UDF ആണ്, കോൺഗ്രസ് ആണ്. 5 സീറ്റുകൾ പക്ഷേ LDF ജയിച്ചിരുന്നു. പക്ഷെ ഇത്തവണ UDFന് കുറച്ചും കൂടി മെച്ചപ്പെട്ട അവസ്ഥയുണ്ടോ എന്ന് പ്രചരണത്തിൽ കാണുമ്പോൾ തോന്നുന്നു. നമുക്ക് ആര് ജയിക്കും ആര് തോൽക്കുന്നു ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഒഴുക്കിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇന്ന സ്ഥലത്ത് ഇന്നാൾ ജയിക്കുമെന്ന് പറയേണ്ടത് ഇതല്ലാതെ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം എറണാകുളം UDFന് അനുകൂലമായും തൃശ്ശൂർ LDFന് അനുകൂലമായിട്ടും നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഒരു തരംഗമോ കാറ്റൊക്കെ ഉണ്ടായാൽ ഇതിലൊക്കെ മാറ്റം ഉണ്ടായേക്കാം. അത് കഴിഞ്ഞ് ഞാൻ പ്രത്യേകിച്ച് പോയ 2 ജില്ലകൾ കോട്ടയവും ഇടുക്കിയുമായിരുന്നു. കോട്ടയം ഇടുക്കി ജില്ലകളുടെ പ്രത്യേകത മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കേരള കോൺഗ്രസുകൾക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ് കോട്ടയത്തെയും ഇടുക്കിയിലേത്, പ്രത്യേകിച്ച് കോട്ടയത്തെ. കാരണം എല്ലാ കേരള കോൺഗ്രസുകളുടെയും സംസ്ഥാന നേതൃത്വം ഇരിക്കുന്നത് കോട്ടയത്താണ്. കേരള കോൺഗ്രസ് ഇപ്പോൾ ജോസ് കെ മാണിയാണ് അതിൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ PJ ജോസഫാണ് അതിൻ്റെ ചെയർമാൻ. അതുപോലെ TM ജേക്കബിൻ്റെ പാർട്ടി അതിൻ്റെ തലപ്പത്തുള്ളത് അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബ് മത്സരിക്കുന്നത് പിറവത്ത് നിന്നാണ്. പലതവണ അവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞു. നേരത്തെ TM ജേക്കബാണ് അവിടെ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ അങ്ങനെ പല കേരള കോൺഗ്രസുകൾ ഒരുമിച്ച് നിൽക്കുന്ന കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കൂടുതലാണ്. ഉദാഹരണത്തിന് പാലയിൽ നിന്ന് 2 കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്, 2 കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പഴയ കേരള കോൺഗ്രസ്സുകാരനായിരുന്ന PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും നേരത്തെ ഞാൻ പറഞ്ഞ ജോസ് കെ മാണി. അത് 50 വർഷമായി പാലായുടെ MLA ആയിരുന്ന മന്ത്രിയായിരുന്ന KM മാണിയുടെ തട്ടകമാണ് പാല എന്ന് പറഞ്ഞാൽ പിന്നെ KM മാണിയാണ്. KM മാണിയുടെ മകൻ കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. അവിടെ പലതവണ 3 തവണ KM മാണിയോട് പരാജയപ്പെട്ട മാണി C കാപ്പൻ, സിനിമാ നിർമ്മാതാവ്, വോളിബോൾ താരമായിട്ടുള്ള മാണി C കാപ്പനാണ് കഴിഞ്ഞ 2 തവണയായിട്ട് പാലായിൽ നിന്ന് ജയിച്ചത്. അപ്പോൾ മാണി C കാപ്പന് പ്രത്യേകിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയും MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇത്തവണ ജോസ് കെ മാണിയുമായി ഏറ്റുമുട്ടുന്നത്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും ഉണ്ട്. അവിടെ ഞാൻ ചെന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത, ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള FCRA എന്ന് വെച്ചാൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ബില്ല് BJP കൊണ്ടുവരുന്നു, പള്ളിക്കൂടങ്ങളൊക്കെ പിടിച്ചടക്കും എന്നുള്ള പ്രചരണം വന്നതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ ഏറെ കൂടുതലുള്ള കോട്ടയത്തും ഇടുക്കിയിലും വലിയ ആശങ്കയും അങ്കലാപ്പും പങ്കുവെക്കുന്നത് കണ്ടു. അതൊരു പക്ഷേ BJPക്ക് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടന്നു കയറാൻ പറ്റിയതിനൊരു തിരിച്ചടി നേരിടുന്നുവെന്നാണ് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായത്. അവിടെ തിരിച്ചടി നേരിടുന്നു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ ഒരു മുന്നേറ്റത്തിന് സാധ്യതയൊക്കെ പറഞ്ഞിരുന്നു. ഷോൺ ജോർജും PC ജോർജൊക്കെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ബില്ലിൻ്റെ ഉള്ള ആശങ്കയും പള്ളികളിലും അതുപോലെ തന്നെ ഈ വലിയ വാരത്തിലുണ്ടായ പ്രചരണവും
BJPക്ക് ആ ജില്ലകളിൽ വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. അതിൻ്റെ നേട്ടം പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അത് UDFന് ലഭിക്കുമെന്നാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ വലിയൊരു രീതിയിൽ UDFന് അനുകൂലമായ കാറ്റുണ്ടെന്ന് പറയുകയും പിന്നീട് K. സുധാകരൻ സംഭവം വരികയും പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയം വൈകുകയൊക്കെ ചെയ്തോടെ ആദ്യഘട്ടത്തിൽ UDF അല്പം പിറകിലായിരുന്നു. പക്ഷെ പിന്നീട് കയറി വന്ന് ഒപ്പത്തിനൊപ്പമാണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് പോകാം. അടുത്ത 5-6 ദിവസങ്ങളൊക്കെ വളരെ നിർണായകമാണ്. സർവേകളിൽ പൊതുവെ ഒപ്പത്തിനൊപ്പം എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ചിലയിടത്ത് UDFന് ചെറിയ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സർവേകളൊന്നും വെച്ച് നമുക്കൊന്നും വിലയിരുത്താൻ ആവില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷമുണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നു, ഭരണപക്ഷം പറയുന്നത് അങ്ങനെ ഒരു വികാരമില്ലെന്ന് പറയുന്നു. എന്തായാലും പൊതുവെ സംസാരിക്കുന്നവരോട് പറയുന്നത് അങ്ങനെ ഒരു വലിയ ജനവിരുദ്ധ വികാരമില്ല. പക്ഷേ 10 വർഷമായില്ലേ, ഇനി ഇവർ മാറട്ടെ, മറ്റൊരു വരട്ടെ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളതാണ് കണ്ടത്. അതിൽ കോട്ടയത്ത് 4ാം തവണയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ്, ജനവിധി തേടുന്ന അദ്ദേഹത്തോട് ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ FCRA വിദേശ സംഭാവന നിയന്ത്രണ ബില്ല് വലിയ രീതിയിൽ BJPയെ ബാധിക്കും, അത് UDFന് ഗുണകരമാകുമെന്നാണ് ചെയ്തത്. പക്ഷെ പാലായിൽ ഈ ബില്ലിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ചത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി കേരള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയാണ്. ആ ബില്ല് ക്രിസ്ത്യൻ ലോ ബോർഡായിട്ട് വരികയും വൈദികർക്ക് പോലും സർക്കാരിന് നിയന്ത്രണം വരുന്ന തരത്തിലേക്ക് വരുമെന്നൊക്കെയുള്ള ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ ജോസ് കെ മാണി കഴിഞ്ഞ തവണത്തേക്കാളും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് KM മാണിയോടുള്ളൊരു സ്നേഹം അദ്ദേഹത്തോട് ഇത്തവണ ആ മണ്ഡലം കാണിക്കുന്നത് പോലെ തോന്നി. ഇത് മാത്രമല്ല ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഏപ്രിൽ 9-ന് തന്നെയാണ് KM മാണി 50 വർഷത്തിലേറെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന KM മാണി ലോകത്തോട് വിട പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു വൈകാരികമായ ബന്ധം പാലായും KM മാണിയും തമ്മിലുണ്ട്. എന്ന് മാത്രമല്ല ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ജോസ് കെ മാണി പറഞ്ഞൊരു കാര്യം, ജോസ് കെ മാണിക്ക് മുമ്പ് KM മാണി അവിടെ UDFനെയും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് UDFിലായിരുന്നു, അതിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. പക്ഷേ KM മാണിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കേരള കോൺഗ്രസ് UDFിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയെന്ന പേരിൽ LDFിലേക്ക് പോയി. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അദ്ദേഹത്തിന് പിന്തുണ നൽകി, അഭയവും നൽകി. അങ്ങനെ കഴിഞ്ഞ തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. പക്ഷെ ഇത്തവണ അത്ര തരത്തിലുള്ളത് ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോഴും തങ്ങളുടെ വേരുകൾ ശക്തമാണെന്നാണ് ജോസ് കെ മാണി അവകാശപ്പെട്ടത്. ഒരുപക്ഷെ അതിനുശേഷം ഞങ്ങൾ കണ്ടത് പ്രധാനപ്പെട്ട ഞങ്ങളുടെ 2 തവണ MLA ആയ മാണി സി കാപ്പനെയാണ്. വലിയ ഉയരമുള്ള അജാനബാഹുവായ വോളിബോളിൽ ജിമ്മി ജോർജിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. മേലെ വീട്ടിൽ ആൺവീട് തുടങ്ങി നിരവധി സിനിമകൾ പിടിക്കുക, 25 സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ 10-36,000 വോട്ടിന് ജയിച്ചതാണ്. ചാണ്ടി ഉമ്മൻ സ്പീഡ് സൈക്കിളും ചവിട്ടി ഈ മാണി സി കാപ്പിന് വേണ്ടി പ്രചരണത്തിനെത്തിയത്. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് നമ്മൾ കണ്ടു, പഴയകാല ബന്ധങ്ങൾ സംസാരിച്ചു. ചാണ്ടി ഉമ്മൻ ഏതാണ്ട് ഒരു സ്പോർട്സ് വേഷത്തിലേക്കാണ് ഉണ്ടായിരുന്നത്. ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞാണ് അതൊക്കെ ഞങ്ങൾ തൊടുപുഴയിലേക്ക്, ഇടുക്കി ജില്ലയിലേക്ക് കടന്നത്. ഇടുക്കി ജില്ലയിൽ എല്ലായിടത്തും പോകാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ അത് 10 തവണ PJ ജോസഫിനെ വിജയിപ്പിച്ച മണ്ഡലമാണ് തൊടുപുഴ. UDFിൻ്റെ ഒരു കോട്ടയായിട്ട് അറിയപ്പെടുന്ന. ഒരു തവണ മാത്രമാണ് അവിടെ PJ ജോസഫ് തോറ്റിട്ടുള്ളൂ. അത് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് പോയി. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥിയായി PT തോമസ് മത്സരിച്ചപ്പോൾ ആണ് ചെറിയൊരു വോട്ടിന് അന്ന് PJ ജോസഫ് തോറ്റത്. പക്ഷേ അടുത്ത തവണ PT തോമസിനെ തോൽപ്പിച്ച് PJ ജോസഫ് തന്നെ ജയിക്കുകയും ചെയ്തു. അപ്പോൾ 11 തവണ മത്സരിച്ചു, 10 തവണ ജയിച്ചു. ആ PJ ജോസഫ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് മാറി നിൽക്കുകയാണ്. പകരം വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫാണ്. അബു എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ചെറുപ്പക്കാരനാണ്.
വലിയ നന്നായിട്ട് വായിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഇത് സ്പോർട്സ് വേഷത്തിലാണ് PJ ജോസഫിനോടൊപ്പം ഞാൻ ചെന്നപ്പോൾ ഈ ഇതിലൊക്കെ പങ്കെടുത്തത്. അദ്ദേഹവും അതുപോലെ തന്നെ PC തോമസ് മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ പലതവണ 4 തവണ MP ഒക്കെ ആയിരുന്ന PC തോമസ് ഉണ്ടായിരുന്നു. PJ ജോസഫിൻ്റെ പുറപ്പുഴയിലുള്ള വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ PJക്ക് വലിയ വിജയപ്രതീക്ഷയാണ്. കാരണം ഈ മണ്ഡലത്തെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ മാണി സാറ് പാലയിൽ ചെയ്ത പോലെ തന്നെ തൊടുപുഴയിലും PJ ജോസഫ് നല്ല റോഡുകളും വലിയ രീതിയിലുള്ള വികസനം നടത്തിയ സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ മകൻ പറയുന്നുണ്ടായിരുന്നു, ഔസേപ്പച്ചൻ്റെ മകനല്ലേ, ഞങ്ങളെ തോട്ടൊന്നും ചോദിക്കണ്ട, ഞങ്ങൾ എത്ര ഇഷ്ടപ്പെടുന്നതാണ് ഔസേപ്പച്ചൻ, എന്ത് വികസനമാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു. മറുപക്ഷത്തും ഞാൻ ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പറയുമ്പോൾ മറുപക്ഷത്തെ ഞാൻ മറക്കുന്നില്ല. അവിടെയൊക്കെ നല്ല സ്ഥാനാർത്ഥി സിദ്ദീഖ് ചാഴിക്കാടൻ എതിരാളിയായിട്ട് കേരള കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ പോയൊരു മണ്ഡലം കോട്ടയമാണ്. കോട്ടയത്ത് തിരുവഞ്ചൂര് നേരത്തെ പറഞ്ഞ പോലെ 4ാമത്തെ തവണയാണ് അവിടെ നിന്ന് മത്സരിക്കുന്നത്. തിരുവഞ്ചൂരിന് എതിരെ നേരത്തെ വാസവനൊക്കെ മത്സരിച്ച സമയത്തൊക്കെ നല്ല ടൈറ്റായിരുന്നു. തിരുവഞ്ചൂർ ആദ്യം കോട്ടയത്ത് വന്നപ്പോൾ 761 വോട്ടിനെ കണ്ടാണ് വിജയിച്ചത്. പിന്നീട് ഭൂരിപക്ഷം കൂടുകയും ഒരു തവണ 33,000 വോട്ട് ഭൂരിപക്ഷം, കഴിഞ്ഞ തവണ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇത്തവണയും പൊതുവെ ഒരു തനിക്ക് അനുകൂലമാണ് കാറ്റെന്ന് തിരുവഞ്ചൂർ അവകാശപ്പെടുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള സ്ഥാനാർത്ഥിയും നന്നായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിലെ VN വാസവനും DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും തമ്മിലാണ് മത്സരം. നാട്ടകം സുരേഷ് ഒരുപക്ഷെ ആ നാട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരേ സമുദായത്തിൽപ്പെടുന്നവരാണ്. അവർ തമ്മിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. നേരത്തെ കേരള കോൺഗ്രസിനാണ് അവിടെ സീറ്റ് കൊടുത്തിരുന്നത്. അതിനു മുമ്പ് എത്രയോ നാൾ മുമ്പാണ് കേരള കോൺഗ്രസിനെ മത്തായി ജോസഫ് ഗ്രൂപ്പിൻ്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കോൺഗ്രസ് പിന്തുണയുണ്ട്. അപ്പുറത്ത് EMSൻ്റെ അളിയൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്, അളിയനുണ്ട് ഭട്ടതിരിപ്പാടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പഴയ കോൺഗ്രസ്സുകാരൻ മത്സരിച്ചത് ജോർജ് ജോസഫ് പൊടിപാറയായി. അപ്പോൾ സ്വതന്ത്രരായതുകൊണ്ട് ആരും ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ ജോർജ് ജോസഫ് പൊടിപാറ നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിച്ചു. UDFൻ്റെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 6,000 വോട്ടും ജയിച്ച പൊടിപാറയ്ക്ക് 40,000-ലേറെ വോട്ടും ലഭിച്ചത് വലിയ അത്ഭുതമായിരുന്നു. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സാധാരണ ജയിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സിലെ നല്ലൊരു ശതമാനവും ഈ പൊടിപാറയ്ക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ്. പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ജോർജ് ജോസഫ് പൊടിപാറ അവിടെ പൊടിപാറിച്ച് ജയിച്ചു. അതിൽ രസകരമായൊരു സംഭവം ഉള്ളത്, ജോർജ് ജോസഫ് പൊടിപാറ ഇവിടെ പ്രചരണ രീതികളൊക്കെ ഭയങ്കര കൗതുകരായിരുന്നു. ജോർജ് ജോസഫ് പൊടിപാറയുടെ അനുയായികൾ ഒരു കാലത്ത് ഇവരായിട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ മറ്റുള്ളവരുടെ ഈ വാഴകൾ ഇത് ചെയ്യാൻ വേണ്ടി ആപ്പടിച്ച് കാറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആപ്പടിച്ചാൽ ആ വാഴകളൊക്കെ ഉണങ്ങിപ്പോകും. അങ്ങനെ ഒരു രീതിയാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന അവിടുത്തെ ഒരു പ്രമാണിയായിരുന്നു. അപ്പോൾ പ്രമാണിയുടെ പോയി അതൊക്കെ തകർത്ത് കളയാൻ പറഞ്ഞ ആപ്പം കൊണ്ടുപോയി ഒരു അടിച്ചു വെക്കും രാത്രി. പിറ്റേ ദിവസം വാഴ ഉണങ്ങും. അപ്പോൾ അവിടെയുള്ള പേര് ആപ്പടി വീരൻ എന്നാണ്. ആപ്പടി വീര പൊടിപാറയെ ധീരതയോടെ നയിച്ചോളൂ എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അവിടെ ഈ ഏറ്റുമാനൂര് ഈ ഇലക്ഷന് മത്സരിച്ചപ്പോഴും പലയിടത്തും വാഴ വയ്ക്കുകയും വാഴയിൽ ആപ്പടിച്ച് വയ്ക്കുകയും ചെയ്യും. ശരിക്കും അത് നെഗറ്റീവാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ ഒരു പേരുള്ളതും യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥി തന്നെ അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം വിജയിച്ച ശേഷം ഈ വലിയ തുറന്ന വാഹനത്തിൽ വലിയൊരു വാഴ വെച്ച് അതിൽ വലിയൊരു ആപ്പം വെച്ച് ആപ്പുമ പിടിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി മുഖത്ത് ലൈറ്റൊക്കെ അടിച്ച് നിന്നത്. അപ്പോൾ ഇതേ മുദ്രാവാക്യമാണ് വിജയത്തിലും. ആപ്പടി വീര പൊടിപാറയെ ധീരതയോടെ നയിച്ചോളൂ. ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. സ്വതന്ത്രന്മാർ വളരെ കുറച്ച് ജയിച്ചുള്ളൂ. സമീപകാലത്ത് ഞാൻ ഓർക്കുന്ന ഒരു ഇത് കഴക്കൂട്ടത്താണെന്നാണ് എൻ്റെ ഓർമ്മ. കഴക്കൂട്ടത്ത് MA വാഹിദ്, അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ റിബലായിട്ട് മത്സരിച്ചു. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ. അപ്പുറത്ത് UDFൻ്റെയും കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസ്സുകാർ മൊത്തം വാഹിദിന് അനുകൂലമായി മാറി. അവിടെ മത്സരിച്ച CPMൻ്റെ വനിതാ സ്ഥാനാർത്ഥിയും തോറ്റുപോയി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലെയായിരുന്നു. ജയിച്ചത് സ്വതന്ത്രനായിട്ടുള്ള MA വാഹിദായിരുന്നു. വാഹിദ് പിന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ പിന്നെ കഥയാണ്. ഒരുപക്ഷെ സ്വതന്ത്രനായി പാർലമെൻറ്റിലേക്ക് ജയിച്ചവരുടെ കണക്കെടുക്കുമ്പോൾ ഈ PC തോമസാണ്. PC തോമസിനെതിരെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അത് ജോസ് കെ മാണിയായിരുന്നു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു.
പക്ഷേ സ്വതന്ത്രനായി മത്സരിച്ച PC തോമസ് അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു എന്നുള്ളത് അന്ന് വലിയൊരു ചരിത്രമായിരുന്നു നമുക്കാർക്കും. കാരണം ഒരു നിയമസഭയിൽ പിന്നെയും ജയിക്കും, ലോക്സഭയിൽ ജയിക്കണമെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്, ലക്ഷക്കണക്കിന് വോട്ടാണ്. അപ്പോൾ അതിൽ ജയിക്കുക എന്നുള്ളത് വലിയ നേട്ടമാണ്. PC തോമസ് അത് വിജയിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ടുള്ള കാര്യമായി ചെയ്യുന്നു. അപ്പോൾ സ്വതന്ത്രന്മാർ ജയിച്ചൊരു പ്രദേശമാണ് ഏറ്റുമാനൂർ. അപ്പോൾ ഒരു തവണ, പക്ഷെ അതിനുശേഷം ഇതുവരെ അവിടെ കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വാസവന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്, പക്ഷേ വാസവൻ അവിടെ വളരെ അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. നല്ല ടൈറ്റ് മത്സരമാണ്. ഇങ്ങനെ പല മണ്ഡലങ്ങളും. പൊതുവെ കോട്ടയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് FCRA പ്രശ്നം വരെ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ ഈ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരുടെ വോട്ട് മറ്റേ BJPക്ക് നഷ്ടമാവുകയും BJPക്ക് കിട്ടാനിരുന്ന ഒരു വിഭാഗം വോട്ട് UDFിലേക്ക് മറിയുമെന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതല്ല പലതും തങ്ങൾക്ക് കിട്ടുമെന്ന് LDFും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കോട്ടയം ഇടുക്കി ജില്ലകളിലെ പൊതു ട്രെൻഡിൽ ഒരു അപ്പർ ഹാൻഡ് മുൻതൂക്കം UDFിനായിട്ടാണ് തോന്നുന്നത്. ഇന്ന മണ്ഡലം എന്നല്ല, അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ആരും അട്ടിമറിയൊക്കെ സൃഷ്ടിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പാലായെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. പക്ഷേ UDFിന് ഈ 2 ജില്ലകളിൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ളതുപോലെയാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ കടന്നുപോയി. അമ്പലപ്പുഴയിൽ G. സുധാകരൻ്റെ പ്രചരണത്തിന് വലിയ ആവേശം വന്നിട്ടുണ്ട്. എതിർക്കാനും CPMൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് G. സുധാകരനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത് ആലപ്പുഴയിൽ ഒരുപക്ഷെ UDFിന് ഒരു ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്ന G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അതുപോലെ LDF നേരിടുന്ന ഒരു വലിയ ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ളൊരു എതിർപ്പ് പാർട്ടിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു 6 പേരെങ്കിലും UDFിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് കൊട്ടാരക്കരയിൽ നേരത്തെ പലതവണ ജയിച്ച ഐഷ പോറ്റി LDFിൻ്റെ MLA ആയിരുന്നു. അവർ UDFിൽ വന്ന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് ഐഷ പോറ്റി. ഒരുപക്ഷെ കോൺഗ്രസിലായിരുന്ന രശ്മി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നു. അവിടെ ധനമന്ത്രി ബാലഗോപാലാണ് ഇവരെ നേരിടുന്നത്. ബാലഗോപാൽ അവിടുത്തെ സിറ്റിംഗ് MLA ആണ് കൊട്ടാരക്കര. അതുപോലെയുള്ള മണ്ഡലങ്ങൾ ഗണേഷ് കുമാറിനെ ജ്യോതി കുമാർ ചാമക്കാലയാണ്. നല്ല ടൈറ്റായിട്ടുള്ള മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ പല മത്സരങ്ങളും നേരത്തെ 99 സീറ്റുണ്ടായിരുന്ന LDFും 41 സീറ്റുണ്ടായ UDFും ഇത്തവണ ഒപ്പത്തിനൊപ്പമുള്ള മത്സരങ്ങളാണ് പലയിടത്തും കാണുന്നത്. ആര് ജയിച്ചാലും 75-80 മേലെ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോഴുള്ള കണക്കൂട്ടൽ. അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ ഒരു ചെറിയ തരംഗം പോലെ സംഭവിക്കണം. എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. പിണറായി വിജയന് അനുകൂലമായിട്ട് പാർട്ടി അണികൾ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ എതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡ് സംബന്ധിച്ച് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഇച്ചിരി എന്താ പറയുക കമാൻഡിങ് ആയിട്ട് പെരുമാറുന്നു, ഇച്ചിരി ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിന് ചെറിയ ടേക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കേരളം മുഴുവൻ പോസ്റ്ററുകൾ ഫ്ലെക്സുകൾ വെച്ചതിൽ വലിയ കോടികൾ ചെലവാക്കിയെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് ചെറിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷം പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വയനാട്ടിലെ ഇവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിൽ കോൺഗ്രസ് തട്ടിപ്പ് നടത്തി എന്നുള്ള പ്രചരണം അടക്കമുള്ളത് ഇടതുപക്ഷം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഒരുപക്ഷെ പുതിയ അജണ്ടയായിട്ട്, പുതിയ അജണ്ടയല്ല, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇവരെടുത്ത് ഉപയോഗിച്ചതാണ്. കോൺഗ്രസ് അവർക്ക് വലിയ വിജയം നേടിക്കൊടുത്തതാണ്. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യം BJP CPM സഖ്യമാണ് UDF ഉന്നയിച്ചത്. പിന്നെ CPM SDPI സഖ്യം ആരോപിച്ചു. അപ്പോൾ പരാജയ ഭീതി കൊണ്ടാണ് ഇത്രയും ഡീലുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPM തിരിച്ചടിച്ചു. എന്ന് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഉള്ള UDFിൻ്റെ ബന്ധം അവർ തുറന്നു കാട്ടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മധ്യ കേരളത്തിലെ ജില്ലകളിലും വടക്കൻ ജില്ലകളിൽ മലപ്പുറം അടക്കം വരുമ്പോൾ ഒരു മുൻതൂക്കം UDFിനാണെന്ന് പറയാം. പക്ഷെ തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും മുൻതൂക്കമുള്ളത് LDFിനാണ്. അതുപോലെ കോട്ടയം ജില്ലയിൽ പ്രചരണ രീതിയിൽ ഒരു പുതുമ തോന്നിയത് പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ്. പുതുപ്പള്ളിയിലെ കോൺഗ്രസിൻ്റെ MLA മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ സ്പോർട്സ് സൂട്ടൊക്കെ ഇട്ട് സൈക്കിളിലാണ് പ്രചരണം നടത്തുന്നത്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൈക്കിളിൽ ഇറങ്ങി പോയി അദ്ദേഹം പുതുപ്പള്ളിയിൽ പോയി
ഇപ്പോൾ ഞാനവിടെ പോയ സമയത്ത് പുതുപ്പള്ളിയിൽ മാത്രമല്ല, പുതുപ്പള്ളിയിൽ നിന്ന് പാലയിലേക്ക്, തൊടുപുഴയിലേക്ക്, മറ്റ് പല മണ്ഡലങ്ങളിലും സൈക്കിളിൽ പോയി പ്രചരണം നടത്തുന്ന ഒരു പുതുമയായിട്ട് തോന്നി. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സൈക്കിളിൽ ഒരുപാട് പ്രവർത്തകർ അനുഗമിക്കുകയും ചെയ്യുന്നു. അതിന് ചാണ്ടി ഉമ്മൻ പറഞ്ഞൊരു കാര്യം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആൾക്കാരോട് സംസാരിക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ വാഹനത്തിൽ പോകുമ്പോൾ അതിന് സാധാരണക്കാർക്കിടയിൽ ഒരു സ്വീകാര്യതയുണ്ട് എന്നൊക്കെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ ഈ 4 ജില്ലകളിൽ പോയപ്പോൾ ഇടുക്കിയിലെ മലമടക്കുകളിലും ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. തൊഴിലാളികളുള്ള മേഖലയുണ്ട്, ദേവികുളം പോലെയൊക്കെയുള്ള, അവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഒരു തരത്തിലെത്തുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിലെ കാലാവസ്ഥ നല്ല ചൂടാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇനി അടുത്ത ഒരു 3-4 ദിവസമാണ് ഏറ്റവും ശക്തമായി വരിക. കാരണം അധികം ദിവസങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരളം ഏപ്രിൽ 9-ാം തീയതി വോട്ട് എടുപ്പിനായിട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായി 2,70,00,000 ജനങ്ങൾ ബൂത്തുകളിലേക്ക് പോകുമ്പോൾ ആരായിരിക്കും ജയിക്കുക എന്ന് പ്രവചിക്കുക വയ്യ. 2 കൂട്ടരും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പോവുകയാണ്. 2 തവണ ഇവിടെ കേരളത്തെ ഭരിച്ച LDF പിണറായി വിജയന് തുടർഭരണം കിട്ടിയതിന് ശേഷം വരുന്ന ഹാട്രിക്ക് നേടുമെന്നാണ് LDF അവകാശപ്പെടുന്നത്. എന്നാൽ ഞങ്ങളിത് തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് UDF പറയുന്നു. 2 കൂട്ടർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം വേറെ സ്റ്റേറ്റുകളിലൊന്നും ഭരണമില്ല. അപ്പോൾ ഇത്തവണ ഭരണം പിടിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത ഒരു മുന്നണിയായി അല്ലെങ്കിൽ മാറും LDFും അതുപോലെ തന്നെ ഇടതു മുന്നണിയും. അപ്പോൾ CPMന് CPIക്കൊക്കെ ഇതൊരു മരണ പോരാട്ടമാണ് ആ അർത്ഥത്തിൽ. പക്ഷേ കോൺഗ്രസിന് അതിനേക്കാൾ വലിയ ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കോൺഗ്രസ് 10 വർഷമായി ഭരണമില്ലാതെ നിൽക്കുകയാണ്. ഇതുവരെ അങ്ങനെ ഇത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി 3-ാം തവണ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഭീഷണിയുണ്ടാവും. കേരളത്തിൽ ചുവടുറപ്പിക്കാൻ കാത്തിരിക്കുന്ന BJP അത് തക്കമായിട്ട് ഉപയോഗിക്കും. BJPയുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാണ്. കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസ്സിന് വലിയ ക്ഷീണം സംഭവിക്കും. CPM വിജയിച്ചാൽ അവരും വിജയിക്കുന്നത് കൊണ്ട് 3-ാം തവണ എത്തുമ്പോൾ ധാർഷ്ട്യവും അഹങ്കാരവും കൂടി അവർക്കും തകർച്ചയുണ്ടാവും. അപ്പോൾ തങ്ങൾക്ക് കയറി വരാമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ BJPയുമായി CPMന് ഡീലുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം 2 പേരെയും എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തി മുന്നിൽ വരണമെന്നാണ്. അതിൽ 3, 4, 5, 6 ഒക്കെ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നു. അതിൽ കഴക്കൂട്ടമുണ്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള നേമമുണ്ട്. നേമത്തെ നേരത്തെ രാജഗോപാൽ BJPക്ക് ആദ്യത്തെ സീറ്റ് നൽകിയതാണ്. ആദ്യമായി താമര വിരിഞ്ഞത് നേമത്താണ്. അവിടെ തന്നെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നു. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് സ്ഥാനാർത്ഥി. പക്ഷേ CPMൻ്റെ MLA ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് കടുത്ത പോരിലാണ് അവിടെ. പിന്നെ അതുപോലെ അവർ പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. കുമ്മനം മത്സരിക്കുന്ന ആറന്മുള, അതുപോലെ തൃശ്ശൂരിൽ പത്മജ മത്സരിക്കുന്ന മണ്ഡലം, പാലക്കാട് ശോഭ സുരേന്ദ്രൻ്റെ മണ്ഡലം അടക്കമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് UDFും LDFും പറയുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കേരള രാഷ്ട്രീയം വലിയ ആകാംക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലെ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധം നടക്കുകയും ദശലക്ഷക്കണക്കിന് മലയാളികൾ ആശങ്കയിൽ കഴിയുമ്പോൾ അവരുടെ ജന്മനാടായ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഗൾഫിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.